വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അവസാനം ഒത്തിരി നാളത്തെ കാത്തിരിപ്പിനും പ്ലാനിങ്ങിന് ശേഷം നമ്മളെല്ലാവരും കൂടെ വണ്ടി ട്രിപ്പായിട്ട് കൊടൈക്കനാൽ പോവാണ്. നമ്മളെല്ലാവരും ഇറങ്ങി ആ തൊട്ട് മുന്നേയുള്ള നിമിഷം വരെ നമുക്ക് ആ ട്രിപ്പ് മൂഡ് ഉണ്ടായിരുന്നില്ല. ആ വണ്ടി വന്ന് ഇറങ്ങി ആ ഒരു സൗണ്ടും വൈബ്രേഷൻ എല്ലാം കൊണ്ട് നമ്മളെല്ലാവരും ട്രിപ്പ് മൂഡ് ഓണായി. നമുക്ക് ഈ OBG പോസ്റ്റിങ്ങിൻ്റെ ഇടയിലായിരുന്നു ട്രിപ്പ് വന്നത്. അപ്പോൾ പോസ്റ്റിങ്ങും റിക്വയർമെന്റ്സ് കംപ്ലീറ്റ് ആക്കാനുള്ള തിരക്ക് കാരണം നമുക്ക് ട്രിപ്പ് മൂഡായിരുന്നില്ല. പിന്നെ അങ്ങോട്ട് ഫുള്ള് വൈബായിരുന്നു. എല്ലാവരും ഓണായി ഡാൻസും പാട്ടും ലൈറ്റും എല്ലാം കൊണ്ട് നമ്മളെല്ലാവരും എൻജോയ് ചെയ്ത് അങ്ങനെ ഞങ്ങളുടെ കൊടൈക്കനാൽ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ വെളുപ്പിനെ 2 മണിക്ക് നമ്മൾ പാലക്കാട് നിന്ന് ഇറങ്ങി. നമ്മൾ എന്നിട്ട് 7 മണിക്ക് ആയപ്പോൾ നമ്മൾ കൊടൈക്കനാലെത്തി. അപ്പോൾ പോകുന്ന വഴിക്ക് വാട്ടർഫാൾസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ ഇറങ്ങി. ചെറിയ വാട്ടർഫാൾസ് ആയിരുന്നു നമ്മളവിടെ കണ്ടിറങ്ങി. അവിടെ ഫുള്ള് കുരങ്ങന്മാരുണ്ടായിരുന്നു. പിന്നെ പോകുന്ന വഴിക്ക് നമുക്ക് നല്ലൊരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരുന്നു കിട്ടിയത്. നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളങ്ങ് അവിടെ റെസ്റ്റോറൻറ്റിൽ എത്തി. നമുക്ക് വെറൈറ്റി ഓഫ് ഫുഡ്സ് അവൈലബിൾ ആയിരുന്നു. എഗ് നൂഡിൽസ് ഉണ്ടായിരുന്നു, പൂരി, മസാലക്കറി, ഇഡ്ഡലി, സാമ്പാർ, ദോശ, പിന്നെ ബ്രെഡ് ആൻഡ് ജാം, അങ്ങനെ കുറേ ഫുഡ് ഉണ്ടായിരുന്നു. നമ്മൾ എല്ലാത്തിനും ടേസ്റ്റ് ചെയ്തിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അവിടെ നിന്ന് നമുക്ക് 2 ബസ്സായിട്ട് പോകേണ്ടി വന്നു. നമ്മൾ 45 പേരായിട്ട് പോയത്. അത് നമ്മൾ 2 ബസ്സായിട്ട് സ്പ്ലിറ്റായി. അപ്പോൾ നമ്മൾ എല്ലാവരും അടുത്ത സ്ഥലത്തോട്ട് പോകാനുള്ള എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇരുന്നത്. നമ്മളവിടെ ചെല്ലുന്ന മുന്നേ നമ്മൾ കുറേ പ്ലാനിങ് ആയിരുന്നു, റീൽസ് ഒക്കെ എടുക്കുന്നത്. അവിടെ ചെന്നപ്പോൾ നമുക്ക് അതിനുള്ള സമയം കുറവായതുകൊണ്ട് നമുക്ക് കുറച്ച് റീൽസ് എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ആദ്യം പോയത് ഗ്രീൻ വാലി സൂസൈഡ് പോയിന്റിൻ്റെ അങ്ങോട്ടാണ്. പോകുന്ന വഴിക്ക് നമുക്ക് കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഇറങ്ങാനുള്ള സമയമായി. പിന്നെ നമ്മൾ പോകുന്ന വഴിക്കുള്ള ഒരു കടകളുണ്ടല്ലോ, നമ്മൾ അവിടെയൊക്കെ കയറി ചെന്നപ്പോഴേ ഒരു സൺഗ്ലാസ് തപ്പിയാണ് നടന്നത്. എല്ലാ സൺഗ്ലാസും 100 രൂപയാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് അന്വേഷിച്ച് നടന്നിട്ട് കിട്ടിയില്ല. അടുത്ത് നമ്മൾ പോകുന്ന ഗുണാക്കേവിലോട്ടാണ്. നമ്മുടെ ഒപ്പം 3 ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. ഇതാണ് ഞങ്ങളുടെ ലേഖ മാം. പിന്നെ വേറെ 2 ടീച്ചേഴ്സും കൂടി ഉണ്ടായിരുന്നു. അവരുടെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഒരു പാരന്റ് ഉണ്ടായിരുന്നു, ജിസ്മോൻ്റെ അമ്മ, മിനി ആൻറ്റി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് അവിടെ എത്തിയപ്പം ഫുള്ള് ആൾക്കാരായിരുന്നു. പിന്നെ നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടി അവിടെ എല്ലാവരും കൊണ്ട് ഇരുന്നു. പിന്നെ അവിടെ കയറി ഇരിക്കുന്ന പോലെ എളുപ്പമായിരുന്നില്ല ഇറങ്ങാൻ വേണ്ടി. കുറേ പേര് തെന്നി വീണു. പിന്നെ അവിടെ നമ്മൾ ഇറങ്ങി. പിന്നെ മേളിൽ കുറച്ച് വ്യൂ ഉണ്ടായിരുന്നു. ഗുണാക്കേവിലോട്ട് കിടക്കുന്നൊരു ഭാഗം ഉണ്ടായിരുന്നു. അങ്ങോട്ട് പോയി. അവിടെ കുരങ്ങന്മാരുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മളവിടെ നിന്ന് ഇറങ്ങി. പിന്നെ എനിക്കൊരു സൺഗ്ലാസ് കിട്ടി ലാസ്റ്റ്. അടുത്ത് നമ്മൾ പോകുന്നത് പൈൻ ഫോറസ്റ്റിലായിരുന്നു. പൈൻ ഫോറസ്റ്റിൽ പോയി പിന്നെ നമ്മൾ ആദ്യം റീൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ഒരു റീലുണ്ടല്ലോ, നമ്മൾ സർക്കിളായിട്ട് നിന്നിട്ട് കാല് ഇങ്ങനെ ഇതേപോലെ ഇടുന്നത്. അതെടുക്കാൻ വേണ്ടിയാണ് എല്ലാവരും ശ്രമിച്ചത്. പക്ഷേ നടന്നില്ല, എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റിയില്ല. ഇത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അതിൽ നടന്ന് നമ്മൾ കുറച്ച് പൈൻസൊക്കെ കളക്ട് ചെയ്ത് മെമ്മറീസാണ്. പിന്നെ നമ്മൾ റീല് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള കുറച്ച് തത്രപ്പാടൊക്കെ ആയിരുന്നു. അങ്ങനെയാണ് റീൽസൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ടീച്ചേഴ്സ് ഫോട്ടോസ് എടുക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അടുത്ത് നമ്മൾ പോകുന്ന മോർ പോയിന്റിലോട്ടാണ്. അങ്ങനെ നമ്മുടെ ടൂറിന്റെ പകുതി സമയം അവസാനിച്ചു. ഇനി പകുതി സമയം കൂടി. നമ്മൾ വ്യൂ പോയിന്റ് എത്തിയ ശേഷം നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിൽക്കുമായിരുന്നു പുറത്ത് തന്നെ. സമയം പോയത് അറിഞ്ഞില്ല. നമ്മൾ പിന്നെ വേഗം ഓടിപ്പോയി വ്യൂ പോയിന്റ് ഒക്കെ കണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിൽ പോയി. പിന്നെ അവിടെ നിന്ന് നമുക്ക് ബിരിയാണിയും ചോറും കറികളും ഉണ്ടായിരുന്നു. ബിരിയാണിയും ചിക്കനും സാലഡുമാണ് ഞങ്ങൾ എടുത്തത്. പിന്നെ ചോറ് വേണ്ടവർക്ക് ചോറ് എടുക്കാം. അപ്പം അടുത്ത അപ്പം നമ്മൾ കൊടൈക്കനാൽ ട്രിപ്പിൻ്റെ ലാസ്റ്റ് പ്ലേസ് ആയ അപ്പർ ലേക്ക് വ്യൂവിലോട്ട് പോവാണ്. നമ്മൾ ലേക്ക് വ്യൂയിലോട്ട് പോകുന്ന വഴിക്ക് കുറേ കടകളുണ്ടായിരുന്നു. അപ്പം എനിത്തിങ് അറ്റ് 10 എന്ന് പറഞ്ഞിട്ടൊരു കടയിൽ പോയി നോക്കിയത് സംഭവം അവിടെ കുറേ ക്വാണ്ടിറ്റി സാധനങ്ങളുണ്ടായിരുന്നു 10 രൂപയ്ക്ക്. പക്ഷേ ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങൾ. ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്കത് വർത്തായിട്ട് തോന്നിയില്ല. അവിടെ ഹോഴ്സ് റൈഡിങ്, സൈക്കിൾ റൈഡിങ്, ബോട്ട് റൈഡിങ് ഇതെല്ലാം അവൈലബിൾ ആയിരുന്നു. നമ്മളെല്ലാവരും ട്രൈ ചെയ്തത് സൈക്കിൾ റൈഡിങ് ആയിരുന്നു. സൈക്കിൾ റൈഡിങ്ങിൽ സിംഗിൾ ആണെങ്കിൽ 100ഉം ഡബിൾ ആണെങ്കിൽ 150 ആയിരുന്നു. ഓൾമോസ്റ്റ് 1 അവർ നമുക്ക് ഈ റേറ്റ് വെച്ചിട്ട് റൈഡ് ചെയ്യാം. സൈക്കിൾ റൈഡ് വെറുതെ മോസ്റ്റ് എൻജോയ് ചെയ്ത ഒരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് വിത്ത് ഒരു ബ്യൂട്ടിഫുൾ ആക്കി ഒരു ബെസ്റ്റ് ഫ്രണ്ടിന്റെ കൂടെ.
അപ്പൊ ഞാനും എൻ്റെ ഫ്രണ്ടിൻ്റെ ഒപ്പം ഒന്ന് സൈക്കിൾ റൈഡിങ്ങിന് കയറി. സംഭവം അവൾക്ക് സൈക്കിൾ ബാലൻസ് കുറവാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു സൈക്കിളിന് എന്താ പ്രശ്നം എന്ന് വിചാരിച്ചിട്ട് കുറേ വളഞ്ഞും തിരിഞ്ഞും കുറേ വണ്ടിയിലൊക്കെ ഇരിക്കാൻ പോയി. എങ്ങനെയൊക്കെ അവിടെ എത്തി. പിന്നെ ഞങ്ങളെ ചേഞ്ച് ചെയ്തു. പിന്നെ ഞാൻ ഫ്രണ്ട് കയറി. പിന്നെ സൈക്കിൾ റൈഡിങ് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരുവാണ്. മൊത്തം നമ്മൾ പക്ഷെ വേർത്തായിരുന്നു. 3/4 മണിക്കൂർ 150 രൂപ രണ്ടുപേർക്ക്. കൊടൈക്കനാല് വരുവാണെങ്കിൽ ഫസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യാം സൈക്കിൾ റൈഡിങ്. അത് റൈഡ് ചെയ്യാം. അപ്പൊ സൈക്കിൾ റൈഡിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ക്ഷീണിച്ച് പാർക്കിലോട്ട് എത്തി. പാർക്കിൽ നമ്മൾ കുറേ റീൽസ് എടുത്തു. കുറേ നേരം അവിടെ നിന്നിട്ട് എന്തൊക്കെയോ കാണിച്ചു വിട്ട്. ആൾക്കാരൊക്കെ നോക്കി ചിരിക്കാനുള്ള വക അവിടെ നിന്ന് കാണിച്ചു വിട്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ കടകളിലൊക്കെ കയറി നോക്കി. എല്ലാ കടകളിലും കയറി സാധനങ്ങളൊക്കെ നോക്കി. നല്ല വിലയുണ്ടായിരുന്നു. പിന്നെ ചിലരൊക്കെ ബാർഗൈനിങ് ചെയ്ത് നമ്മൾ വാങ്ങിക്കുമല്ലോ. ഹെലൻ ഏതോ വർക്കി വാങ്ങിക്കുന്നു. എന്നിട്ട് ഈ വർക്കി നമ്മുടെ ബസ്സിൽ വെച്ച് മറന്നു പോവുകയും ചെയ്തു. എന്നിട്ട് സാധനം തപ്പി കണ്ടുപിടിച്ച് എടുത്തു. പിന്നെ നമ്മൾ വേഫർ റോൾസ് വാങ്ങിച്ചു. അതിനകത്ത് ചോക്ലേറ്റ് ഫില്ലിങ്സ് ഉണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ ഇല്ലായിരുന്നു. ലാഭാന്നായിട്ട് വാങ്ങിച്ചായിരുന്നു. പറ്റിക്കപ്പെട്ട്. പിന്നെ നമ്മൾ കുഞ്ഞു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അവിടെ ഒരു ക്യൂട്ടായിട്ടൊരു കൊച്ചിങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. അപ്പം നമ്മൾ ആ കൊച്ചിനെ കളിപ്പിച്ച് പിന്നെ അവിടെ നിന്ന് ഊഞ്ഞാലൊക്കെ ആടി. കാര്യം അത് ചിൽഡ്രൻസിനുള്ളതാണേലും നമ്മൾ അതിനകത്ത് കയറി എങ്ങനെയൊക്കെയോ ഇരുന്ന് ആടിക്കായിരുന്നു. നല്ല രസമുള്ള വ്യൂ ആയിരുന്നു. ആ ലേക്കിൻ്റെ സൈഡിൽ നിന്ന് നമുക്കവിടെ വെറുതെ കുറച്ചേരം ഇരുന്ന് ആസ്വദിക്കാൻ പറ്റുന്ന സ്ഥലമായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നടന്ന് നമ്മൾ പോവാണ്. പിന്നെ പോകുന്ന വഴിക്കും കടകളിലൊക്കെ ഇങ്ങനെ വെറുതെ കയറി നോക്കി. ഒന്നും വാങ്ങിച്ചൊന്നുമില്ല. പിന്നെ അവിടുന്ന് നമ്മൾ ബസ്സിലോട്ട് പോവായിരുന്നു. അടുത്ത് നമ്മൾ ക്യാമ്പ് ഫയറിലോട്ട് പോവാണ്. ബാക്കി ശേഷം അപ്പോൾ കൊടൈക്കനാൽ ട്രിപ്പിന്റെ ലാസ്റ്റ് പാർട്ടാണ് ഇത്. ഇനി അപ്പോൾ നമ്മൾ ക്യാമ്പ് ഫയർ കൂടാൻ പോവാണ്. ഫുഡ് കഴിക്കുന്ന സ്ഥലത്തോട്ട് വന്നു. നമ്മൾ ഇനി നാശുവിനൊക്കെ പോകാനുള്ളവർക്ക് പോയി കഴിഞ്ഞ് നമ്മൾ ഇനി ഇങ്ങോട്ട് പോകും. ക്യാമ്പ് ഫയറിന് പോവാം. അവർ വരുന്നിട്ട് നമുക്ക് ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്. അപ്പം നടന്ന് നമ്മൾ എങ്ങോട്ട് പോവും? ക്യാമ്പ് ഫയർ. ക്യാമ്പ് ഫയർ ആദ്യമായിട്ടല്ലേ ക്യാമ്പ് ഫയറിന്? അല്ല, നമ്മൾ സ്പോട്ടിലെത്തി. അവിടെ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ആസ്വദിക്കാനുള്ള ടൈം നമുക്ക് അവിടെ കിട്ടി. കാരണം ക്യാമ്പ് ഫയർ അവിടെ റെഡിയാക്കുന്ന സമയം കൊണ്ട് നമ്മൾ വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഗെയിം ഒന്ന് കളിക്കാമെന്ന് വെച്ചാൽ പ്ലാൻ ചെയ്തു. പക്ഷെ ഒന്നും നടന്നില്ല. അപ്പോഴത്തേക്കും ക്യാമ്പ് ഫയർ സെറ്റായി. പിന്നെ നമ്മൾ അതൊക്കെ ആസ്വദിച്ച് അവിടെ ഡാൻസും പരിപാടി ഏകദേശം ഒരു 1 hour നമ്മളവിടെ ഒന്ന് എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി തിരിച്ച് റെസ്റ്റോറൻറ്റിലോട്ട് പോയി. ഡാൻസിൻ്റെ ഒന്നിൻ്റെ വീഡിയോ ക്ലിപ്പ് എടുക്കാൻ പറ്റിയില്ല. ബിക്കോസ് ഞാൻ വല്ലാണ്ട് അങ്ങ് മിസ് ചെയ്യിപ്പോയി. ഡാൻസ് കളിച്ച് മറന്നുപോയി അതിൻ്റെ ഇടയിൽ. കാര്യം നമ്മൾ കുറച്ച് നടക്കാനുണ്ടായിരുന്നു ക്യാമ്പ് ഫയറിൽ നിന്ന് റെസ്റ്റോറൻറ്റിലോട്ട്. പക്ഷെ ആ പാതിരാത്രിയിൽ അങ്ങോട്ടേക്ക് നടന്ന് പോവാന്ന് പറയുന്നത് നല്ല രസമായിരുന്നു. അത് സംസാരിച്ച് പാട്ടൊക്കെ പാടി നമ്മളവിടെ നമുക്ക് വേണ്ടി അവിടെ അൽഫാം, മന്തി, ചപ്പാത്തി, പൊറോട്ട, കറി, നല്ല ടേസ്റ്റുള്ള കറിയായിരുന്നു. നമ്മുടെ ടൂറിന്റെ ലാസ്റ്റ് വിന്നറാണ്. ട്രിപ്പ് അവസാനിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ വണ്ടി ട്രിപ്പ് തീരണം. സൂപ്പർ ട്രിപ്പായിരുന്നു. നല്ല അതിഗംഭീരമായ ട്രിപ്പായിരുന്നു. ഫീഡ്ബാക്ക് കടന്നപ്പോൾ പറഞ്ഞു പഴയ ലൈഫ് തുടങ്ങാൻ പോവാണ്. ഞങ്ങളുടെ പോസ്റ്റ് കണ്ടുന്ന എല്ലാവർക്കും താങ്ക് യു. അത് കഴിഞ്ഞ് നമ്മൾ ബസ്സിൽ നിന്ന് പിന്നെ ഡാൻസും പാട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെയും എല്ലാവരും സൈഡായി. അപ്പോൾ നമ്മൾ തിരിച്ച് ഹോസ്റ്റലിലെത്തിയപ്പോൾ 2 മണിയായി. പിന്നെ നമ്മൾ ബസ്സിന് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അത്രയുള്ളൂ ഗൈസ്. ബൈ.